ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കല്യാണ വീട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ, ആ ഒരു ടേസ്റ്റിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ. കോഴി പൊരിച്ച ബിരിയാണി. അത് നിങ്ങളെ എത്ര തലകുത്തി പറഞ്ഞിട്ടും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കല്യാണ വീട്ടിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. പെർഫെക്റ്റ് ആയിട്ട് 100% നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഞാനിപ്പോൾ ചിക്കൻ പൊരിച്ചത് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ക്യൂസ് ഓഫ് ലെമൺ, ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീര് മതിയാവും. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നല്ല രീതിയിൽ തന്നെ മസാല കുഴച്ച് മാറ്റി വെക്കാം. ഈ ചിക്കനിൽ കുറഞ്ഞത് 1 മണിക്കൂർ ചിക്കനിൽ ഈ മാരിനേഷൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും. ചിക്കനിൽ നല്ല തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരുള്ളത് കൊണ്ടാണ് ചെറുനാരങ്ങ നീര് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ വിനാഗിരിയോ തൈരോ യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ആക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എല്ലാം മിക്സായി കഴിഞ്ഞാൽ ഇനി ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. അതിനിടയിൽ നമുക്ക് കുറച്ച് തക്കാളിയും ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം 5 മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 മീഡിയം സൈസുള്ള തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു 5 or 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്താൽ മതി. ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് കട്ട് ചെയ്തോ. കാരണം നൈസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മസാല പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഒരുപാട് സമയം നമ്മൾ ഇട്ട് വഴറ്റേണ്ടി വരും. അതുകൊണ്ട് നൈസാക്കിയിട്ട് എത്രത്തോളം നൈസാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നൈസായിട്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് മസാല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉള്ളി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് മസാലയിലേക്കും ദമ്മിടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉള്ളി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നൈസായിട്ട് കട്ട് ചെയ്ത് വേറെ തന്നെ മാറ്റി വെക്കണം. ഇനി ഇപ്പോൾ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കട്ട് ചെയ്യേണ്ട പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കേണ്ട പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് RKG ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5-6 കറുപ്പ, അതേപോലെ തന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ 5-6 ഏലക്കായി, 2 സ്റ്റാർ. ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു ഹാഫ് ഉള്ളിയും കൂടിയും മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ചേർക്കുന്ന റൈസിൽ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി അധികം കരിഞ്ഞു പോകണ്ട. ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് അരി ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിയല്ല റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറും ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരി ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമ്മളിങ്ങനെ അരി വറുത്തിട്ട് ചോറ് വെക്കുമ്പോൾ. അതാകുമ്പോൾ നല്ലൊരു അരി വിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടും. 2 രീതിയിൽ ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാലും ആ ഒരു ടെക്സ്ചറിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാവും. മറ്റേതിങ്ങനെ ഒട്ടിയ പോലെ ഉണ്ടാവും, ഇത് കുറച്ച് വിട്ട് നിൽക്കും. നല്ല ഒരു ടെക്സ്ചർ കിട്ടും ബിരിയാണി ആയി കഴിയുമ്പോൾ. രണ്ടും സെയിം തന്നെയാണ്, പണിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണല്ലേ. അപ്പോൾ ഇനി വറന്ന് വരുമ്പോൾ കുറച്ചൊന്ന് തിക്കായി വരും. ആ ഒരു ടൈമിൽ നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ അരി
ഇങ്ങനെ വറുക്കുന്ന ടൈമിലില്ലേ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരി വാർന്ന് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് അത് തിളച്ച് വന്നോളും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തിളപ്പിച്ച വെള്ളം മുഴുവനായിട്ട് തന്നെ ഈ ഒരു അരിയിലേക്ക് വറുത്ത് വെച്ച അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിള വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറ് അവിടെ സെറ്റായിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതുപോലെ ആയിട്ടുണ്ടാവും. നെയ്ച്ചോറ് ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടെക്സ്ചറായിട്ട് വരും. ഇതേപോലെ ഒട്ടിക്കിടക്കാണ്ട് നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് ടെക്സ്ചറായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മസാലൻ്റെ പരിപാടി നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഒന്ന് ദമ്മിലിടാനും പിന്നെ അതേപോലെ തന്നെ മസാല ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ രണ്ടിനും കൂടിയിട്ടുള്ള ഉള്ളി ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ്. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പില്ലേ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി എടുക്കാം. എൻ്റെ ഇത് കുറച്ച് കളറൊന്ന് കൂടിപ്പോയിന്. അപ്പോൾ ഇതിൽ മുന്നേ ആയിട്ട് തന്നെ കോരി മാറ്റിക്കോ. ഇനിയിപ്പോൾ ഈ ഒരു സെയിം ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ലോ ഇപ്പോൾ ബീഫ് മസാലയിലാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കൂലേ. അപ്പോൾ ഈ ഒരു സെയിം മാരിനേഷനിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവർ കുറേ മസാലയൊന്നും വാരി ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സെയിം ഓയിലിൽ തന്നെ ചെയ്യുമ്പോഴേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു മസാലയ്ക്ക്. കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ. എൻ്റെ ഇപ്പോൾ ഇത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതില്ലേ ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കിട്ടുന്നവരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് തോന്നി ഈ പാത്രം ചെറുതാണ്, ഇത് പണി കിട്ടുമോന്ന് അറിയില്ല, എന്നാലും നോക്കാം. ജസ്റ്റ് ഒന്ന് ഡിപ്പോണ് ഇനിയിപ്പില്ലേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് പേസ്റ്റ് ആയി പോണ്ട. കാരണം നമ്മൾ കല്യാണ വീട്ടിലെ ബിരിയാണിയിലെല്ലാം ക്രഷ് ചെയ്തിട്ടാണ് കാണുക. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ മാത്രം ചെയ്തെടുത്താൽ മതി, ഓവറായിട്ട് അരച്ചു പോണ്ട. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പില്ലേ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പില്ലടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്നൊരു പകുതി ഭാഗം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മസാലയ്ക്ക്. കല്യാണ വീടുകളിൽ നിന്നല്ലോ ഇതേപോലെ ചെയ്തെടുക്കാറ്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, ചെറുതായിട്ടൊന്ന് പണി പാളി. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് വേറൊരു പാത്രം ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ദമ്മിടണമല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് മാറ്റണം. അപ്പോൾ കുറച്ച് നേരത്തെ ആയിരുന്നു മാത്രം. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മൂടി തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ മസാലയെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇനി നമുക്ക് ദമ്മിടാം. നമുക്ക് ഓരോ ലെയറിലായിട്ട് ചോറിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ റൈസ് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ റൈസ് പിന്നെ മസാല പിന്നെ റൈസ് പിന്നെ മസാല അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തലശ്ശേരിയിൽ ഇങ്ങനെ അടിയിൽ മസാല ചേർത്ത് അതിന് മുകളിലായിട്ട് ചോറിട്ട് പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് എല്ലാം ഉണ്ടാവും. കുറച്ച് ഗരം മസാല, അതേപോലെ തന്നെ കുറച്ച് കളറ്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയില, ഇത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ലെയറായിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിനിടയിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഫുഡ് കളറും അതേപോലെ തന്നെ ക്യാരറ്റും മല്ലിയിലയും ഫ്രൈഡ് ഓണിയനും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ വീണ്ടും ഫോളോ ചെയ്യുക. ഇതേപോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക, മേലെ കുറച്ച് കളറിട്ട് അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ക്യാരറ്റും പിന്നെ ഫ്രൈഡ് ഓണിയനും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടൽ പരിപാടി ഇവിടെ കഴിഞ്ഞ്. ഇനി ഒരു 5 മിനിറ്റ് ഒരു സിമ്മിൽ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കല്യാണ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റുള്ളൊരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേലയിൽ കുറച്ച് അലങ്കാര പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ പൊരിച്ചത് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എന്തായാലും അറിയിക്കണേ. ജസ്റ്റ് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു സ്മൈലിയോ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനോ വിട്ടുപോലെ നിങ്ങൾ ഓരോ കമൻസ് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ മേലിൽ നമ്മൾ ലെയറായിട്ട് സെറ്റ് ചെയ്ത ആ ഒരു റൈസ് മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയ ആ ഒരു സെയിം പാത്രത്തിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മസാല വേറെ ചോറ് വേറെ ആ ഒരു ഇതിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുകയല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.